അതായത് നമ്മുടെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ആ ജാമ്യം സ്റ്റേ ചെയ്യുന്നു. അതിനെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ആ ഹർജി ഒരു പക്ഷേ സുപ്രീം കോടതി പരിഗണിച്ചേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇനി എങ്ങാനും ജാമ്യം കിട്ടിയാൽ പോലും കെജ്രിവാൾ പുറത്തിറങ്ങാതിരിക്കാൻ അടുത്ത പരിപാടിയുമായി എത്തിയിരിക്കുന്നത്. CBI അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കെജ്രിവാളിനെ ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചാലും കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധ്യമല്ല. മനു, തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരായ കുരുക്ക് ഇത്തരത്തിൽ മുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിയമ പോരാട്ടവുമായി ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും മുന്നോട്ട് പോകുമ്പോൾ മറു അറ്റത്ത് മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാളിനെ കൂടുതൽ കുരുക്ക് മുറുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതൊക്കെ രീതിയിൽ അന്വേഷണ ഏജൻസികൾ വേട്ടയാടപ്പെടുന്നു അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇതിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ വിചാരണ കോടതി നൽകിയ ജാമ്യം അത് ഇന്നലെ ഹൈക്കോടതി ഇത്തരത്തിൽ സ്റ്റേ ചെയ്തു. അതോടൊപ്പം തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി സമീപിക്കുകയും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിൽ ഈ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രിയോടെ CBI ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലെത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പ്രൊഡക്ഷൻ വാറന്റ് അടക്കം എല്ലാ നിലയും ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വാങ്ങി കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ നൽകിയേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചാൽ പോലും CBI കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ CBIയുടെ കസ്റ്റഡിയിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നെന്തായാലും ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, SBN പാട്ടീൻ തുടങ്ങിയ അവധിക്കാല ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ഇത് ഈ ദില്ലി ഹൈക്കോടതി ഇത്തരത്തിൽ പെട്ടെന്ന് ഈ വിചാരണ കോടതിയുടെ ഒരു ഉത്തരവ് പൂർണ്ണമായും വായിക്കാതെ പെട്ടെന്ന് ഇത്തരത്തിൽ സ്റ്റേ ചെയ്ത നടപടി ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. പക്ഷേ കൂടുതൽ മെറിറ്റിലേക്ക് സുപ്രീം കോടതി പോയില്ല. ദില്ലി ഹൈക്കോടതിയുടെ വിധി വരട്ടെ, അതിനുശേഷം ആ കേസ് പരിഗണിക്കാമെന്ന് പറയുകയായിരുന്നു. എന്തായാലും ഇന്നലെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ആ കേസ് പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. അരവിന്ദ് കെജ്രിവാളിന് ഒരുപക്ഷെ ജാമ്യം അല്ലെങ്കിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടായാൽ തന്നെയും അതേസമയം തന്നെ മനു പറഞ്ഞ പോലെ കെജ്രിവാളിനെ കുരുക്കാനുള്ള എല്ലാ നീക്കവും കേന്ദ്ര സർക്കാർ നീക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസിൽ നമുക്കറിയാം ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ ആദ്യം അന്വേഷണം ആരംഭിച്ചത് തന്നെ CBI ആണ്. CBI അന്വേഷണം ആരംഭിച്ച് മുന്നോട്ട് 2 വർഷത്തിലധികമായി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു കാരണവശാൽ ഒരു സമയത്ത് പോലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും ഏറെ ശ്രദ്ധേയമാണ്. പിന്നീടാണ് ED അന്വേഷണമായി വരുന്നതും ED പിന്നീട് അറസ്റ്റ് ചെയ്യുന്നതും ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ EDയുടെ ഈ ഒരു കേസിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ CBI വീണ്ടും എത്തുന്നു, ജയിലിലെത്തി കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു ഇത്തരത്തിൽ ഒരു അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേട്ടയാടൽ തന്നെയാണെന്ന് നമുക്ക് അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെയുണ്ട്. CBI അതായത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ അല്ലെങ്കിൽ അതിൽ ജാമ്യം തേടിക്കൊണ്ട് മിക്കവാറും അരവിന്ദ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാരും കോടതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കെട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് EDക്കെതിരെ സുപ്രീം കോടതി നടത്തിയ വിമർശനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ 2 വർഷക്കാലം എന്തു ചെയ്യുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വരെ എന്ന് അന്ന് ചോദിച്ചതാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും EDയോടും. അതേ ചോദ്യം വീണ്ടും ഈ CBIക്കെതിരെ ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പണി വാങ്ങിച്ചു കൂട്ടാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായിട്ട് നിയമപരമായ സാഹചര്യം മാറാനുള്ള എല്ലാ പരിതസ്ഥിതിയും ഇപ്പോൾ ബാക്കിയുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ CBI ചെന്ന് കയറി കൊടുത്തിരിക്കുന്നത്. മിക്കവാറും സുപ്രീം കോടതിയിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നിയമ നടപടികളുമായി കെജ്രിവാൾ മുന്നോട്ട് പോകുമ്പോൾ CBIക്കും കേന്ദ്ര സർക്കാരിനും കണക്കിന് കിട്ടാനുള്ളൊരു സാധ്യത ബാക്കിയുണ്ട്. ഓക്കെ, താങ്ക് യു CB. നമുക്ക് വീണ്ടും കാണാം.